തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മോട് സംസാരിക്കുന്ന നിമിഷങ്ങളാണല്ലോ തുടർന്ന്. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, അരുളി ചെയ്താലും ദാസരിതാ ശ്രവിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഇതാ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ഒക്കെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് വരണമേ. ഞങ്ങളുടെ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ, ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ലോർഡ്. യേശുവേ മഹത്വം. നിൻ്റെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിനക്ക് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഗ്ലോറി, ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവ്. ഇത് കാണുന്ന ഓരോ മകനെയും മകളെ അങ്ങ് തൊടണമേ. യുവതിവാക്കന്മാരെ അങ്ങ് സ്പർശിക്കണമേ, ശുദ്ധീകരിക്കണമേ. കുഞ്ഞുങ്ങളുടെ മനസ്സിനെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ധ്യാനിക്കുകയാണ്. വചനം പഠിപ്പിക്കുകയാണ്, ജഡികരായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. എന്നാൽ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കും. നോക്കിയ, ജീവൻ വേണോ മരണം വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാൻ ദൈവം ഒരു അവസരം തരികയാണ്. വചനം പഠിപ്പിക്കുകയാണ്, നീ ജഡികനായിട്ട് നീ ജീവിച്ചാൽ, നീ ജഡത്തിൻ്റെ വ്യാപാരം അനുസരിച്ച് ജീവിച്ചാൽ നീ തീർച്ചയായിട്ടും മരിക്കും. എന്നാൽ ജഡത്തിൻ്റെ പ്രവണതകളെ നീ ആത്മാവിനാൽ നിഹനിച്ചാൽ നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഇതാ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ സാക്ഷിയാക്കുന്നു. എന്നാൽ നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് നീ ജീവൻ തെരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ ജീവിക്കണമെന്നത്. പക്ഷേ സെന്റ് പോൾ പറയുകയാണ്, പക്ഷേ നീ ജഡികനായിട്ട് ജീവിച്ചാൽ നീ ജീവിക്കല്ല, നീ മരിക്കും. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവനെ BSc നേഴ്സിങ്ങിന് അവൻ്റെ അപ്പനും അമ്മയും കൂടെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കാൻ വേണ്ടി വിട്ടതാണ് ബാംഗ്ലൂർക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ ചില മദ്യപാനികളായ കൂട്ടുകാരോടൊത്ത് സല്ലപിക്കാനായിട്ട് ആരംഭിച്ചു, ഒരു ചീത്ത കൂട്ടുകൂടാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അവന് മദ്യത്തിന് അങ്ങോട്ട് അടിമപ്പെട്ടു പോയി. അവൻ പഠിക്കാനായിട്ട് അവൻ തയ്യാറായില്ല. അവൻ്റെ പഠനമൊക്കെ അങ്ങോട്ട് ഡള്ളായി. അവൻ പലതരത്തിൽ നശിക്കാനായിട്ട് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, പുകവലി, മദ്യപാനം, ഹാൻസും പാൻപരാഗം, ചീത്ത സിനിമവും എല്ലാത്തിനും അടിമപ്പെട്ട് അവൻ പറയാ, ഈ 3 വർഷം കൊണ്ട് 3 ലക്ഷം രൂപ അവൻ കടം വരുത്തി വെച്ചു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ച് കടത്തിന് അടിമയായിട്ട് മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ഏതോ കൊള്ളപ്പലിശക്കാരെ പൈസ കടം മേടിച്ചുകൊണ്ട് ആ പലിശക്കാരൻ ഗുണ്ടകളെ വിട്ട് ഇവനെ അങ്ങോട്ട് അയാളുടെ വീട്ടിലേക്ക് വരുത്തി. അവൻ്റെ ഷർട്ട് മാൻസൊക്കെ ഊരിയിട്ട് അവനെ 100 പ്രാവശ്യം വടി കൊണ്ട് അങ്ങോട്ട് തല്ലി. കൈയും കാലൊക്കെ നീര് വെച്ച് ആകപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന്. ആരും കൂട്ടുകാരവനെ ഉപേക്ഷിച്ചു. കൂട്ടുകാർ പറഞ്ഞു, നീ ഞങ്ങളുടെ മുറി നിൽക്കണം, നീ പോ, നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെയും കൂടെ അവരുടെ കൊണ്ടുവന്ന് തല്ലും, നീ പോ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അവൻ ഉപേക്ഷിച്ചു. വീട്ടിൽ പറഞ്ഞു, നീ വീട്ടിൽ കയറണ്ട, നിന്റെ സർട്ടിഫിക്കറ്റിലാണ് നീ വീട്ടിൽ കയറണ്ട. എല്ലാവരും അവനെ പരിത്യജിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് ദുഃഖിച്ചാണ് അവൻ വരുന്നത്. ജഡികരായിട്ട് നീ ജീവിച്ചാൽ നീ മരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജഡത്തിൻ്റെ പ്രവണതകൾ എന്താണ് നമുക്കറിയാം. അത് ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ജഡത്തിൻ്റെ പ്രവണതകൾ എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൻ്റെ പ്രവണതകൾ എല്ലാവർക്കും അറിയാം. അത് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ്. തുറന്ന് ബൈബിൾ പറയും, ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ജഡത്തിൻ്റെ പ്രവണതകൾ.
പ്രിയപ്പെട്ടവർ, നമുക്ക് ശരീരമുള്ളതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവണതകളും ജഡത്തിൻ്റെ ഇഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജഡത്തിൻ്റെ പ്രവണതകൾക്ക് അനുസരിച്ച് തങ്ങളുടെ ജീവിതം നമ്മൾ നയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും മരിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ആത്മാവ് അങ്ങോട്ട് മരിക്കും. ആത്മാവ് അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ നിയമങ്ങളോ ചട്ടങ്ങളോ പാലിക്കാൻ പറ്റിയല്ല. അതാണ് റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവത്തിൻ്റെ ശത്രുവാണ് ജഡികമായ താല്പര്യത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സ്. തുടർന്ന് ബൈബിൾ പറയാം, അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം വേറൊരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞ ഒരു സങ്കടം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവൻ ഒരാഴ്ച കാലത്ത് ധ്യാനം കൂടാൻ വേണ്ടി വന്ന അവൻ പറയാം, അച്ഛൻ കരങ്ങൾ കൂപ്പി കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് ചീത്ത ചിത്രങ്ങൾ, നഗ്ന ചിത്രങ്ങൾ മനസ്സിലേക്ക് വരികയാണ്. പരിശുദ്ധ മാതാവിൻ്റെ രൂപത്തിൽ പോലും വിശുദ്ധമായിട്ട് നോക്കാൻ പറ്റുന്നില്ല. സ്വന്തം വീട്ടിൽ ചെല്ലുമ്പം അമ്മയും പെങ്ങളെയും കൂടെ നോക്കുമ്പോൾ എനിക്ക് ചീത്ത തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ ജഡികമായ താല്പര്യത്തിൽ മുഴുകിയിരുന്ന ഒരു വ്യക്തിയാണ്. അവൻ പറയുന്നത്, അച്ഛാ +2 മുതൽ ഞാൻ ബ്ലൂ ഫിലിം കാണാൻ തുടങ്ങിയാണ്. ഇങ്ങനെ ചീത്ത സിനിമകൾ കണ്ടതിലൂടെ ജഡികമായ താല്പര്യങ്ങളിൽ അങ്ങോട്ട് മനസ്സും മുഴുകിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് മാറി. അവൻ്റെ മനസ്സിൽ മുഴുവൻ അശുദ്ധിയും തിന്മയാണ്. തുടർന്ന് ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് അവനെ തന്നെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ ആത്മാവ് അങ്ങോട്ട് പതുക്കെ നശിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് വേണം. നമുക്കെല്ലാവർക്കും വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ മനസ്സിനെ ജഡികമായ താല്പര്യത്തെ പറിച്ചെടുത്ത് ആത്മീയമായ താല്പര്യങ്ങൾ നമ്മൾ നിക്ഷേപിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നശിക്കും. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ നമുക്ക് വലിയ നാശമാണ് ഉണ്ടാകുന്നത്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്യക്തിയെ കണ്ടുപിട്ടി, 10-18 വയസ്സുള്ള അവൻ്റെ അടുത്ത് കണ്ണീരോടെ പറയാം, അച്ഛാ ഞാനിന്ന് മാരകമായ എയ്ഡ്സ് രോഗത്തിന് അടിമയാണ്. അപ്പം ഞാനോട് ചോദിച്ചു, എന്ത് പറ്റി മോനെ? അവൻ പറഞ്ഞു, അച്ഛാ എൻ്റെ കൂട്ടുകൂടി, ഞാൻ ബോംബെയിലായിരുന്നു, ഒരു 4-5 പ്രാവശ്യം ഞാൻ പാപം ചെയ്യാനായിട്ട് പോയുള്ളൂ. പക്ഷേ 4 പ്രാവശ്യം ഞാൻ പോയി ആ പാപം ചെയ്തു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഗൾഫിന് പോകാൻ ചാൻസ് കിട്ടി. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്ക് എയ്ഡ്സ് രോഗമാണ്. അവൻ ഏങ്ങി അങ്ങോട്ട് വിലപിക്കണത് ഇപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ നീ ഈ ജഡത്തിൻ്റെ താല്പര്യങ്ങളെ ആത്മാവിനാൽ നിഹനിച്ചാൽ നിനക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ജീവൻ വേണോ മരണം വേണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ മകനും ഓരോ മകൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം, നിനക്ക് ജീവിക്കണം, നിനക്ക് ആത്മീയമായിട്ട് വളരണം, അത് ആത്മീയമായിട്ട് തകരണമോ നശിക്കണോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം പോലെ നിനക്കുണ്ട്. അതുകൊണ്ട് ബൈബിൾ പറയാ, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അത് പറ്റുകയില്ല. തുടർന്ന് റോമ 8-ാമത്തെ അധ്യായ വാക്യപ്രകാരമാണ്, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അങ്ങനെ ഈ ജഡത്തിൻ്റെ പ്രവണതകൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെ പ്രവണതകളും ദുർവാസനകളും നമുക്കുണ്ടാകുമെന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല. അതിനെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ജയിക്കാനായിട്ട് സാധിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, ഈ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് ഒരു യുദ്ധമാണത്. ആത്മാവിൻ്റെ പ്രവണതകളും ജഡത്തിൻ്റെ പ്രവണതകളും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നമ്മുടെ ജീവിതം. ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഒരു നിമിഷ സുഖത്തിന് വേണ്ടി ജഡത്തിൻ്റെ താല്പര്യത്തിന് നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുത്താൽ, നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും ജഡികമായ കാര്യങ്ങൾ നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ഒരു ജഡത്തിൻ്റെ വ്യാപാരം അനുസരിച്ചുള്ള ജീവിതവും അതോടുകൂടി ആത്മാവിൻ്റെ നാശമായിരിക്കും നമുക്കുണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ് സന്തോഷത്തോടെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു ബാങ്കിലെ ഓഫീസർ, അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് മദ്യപാനത്തിന് കടിമയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു ആഗ്രഹം, എനിക്കൊരു മോചനം വേണം. അങ്ങനെ അദ്ദേഹം ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, കരഞ്ഞു, ഉപവസിച്ചു. കർത്താവ് അയാൾക്കൊരു വലിയൊരു വിടുതൽ ആ ഒരു ബന്ധനത്തിൽ നിന്ന് ഒരു വലിയൊരു വിടുതൽ നൽകി. ഇങ്ങനൊരു വിടുതൽ പ്രാപിച്ച ഈ സഹോദരൻ അതിനുശേഷം തന്നെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ സ്വന്തക്കാരുടെയൊക്കെ ചില കല്യാണ പാർട്ടികളൊക്കെ വന്നു. അപ്പം അദ്ദേഹം പറയാം, അച്ഛാ എൻ്റെ ചില കസിൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരൊക്കെ മദ്യപിക്കും, അപ്പോൾ അവരെന്നെ പലപ്പോഴും പ്രേരിപ്പിക്കും. പക്ഷേ എനിക്കറിയാം, ഈ ജഡത്തിൻ്റെ വ്യാപാരം അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നശിക്കും, ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അത്തരത്തിലുള്ള കമ്പനികൾ ഞാൻ റദ്ദ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം അതുകൊണ്ട് കല്യാണത്തിന് ദിവസം പോകും, കല്യാണത്തിൽ പങ്കെടുക്കും, തിരിച്ചു വരും. തലേ ദിവസം പോവുകയോ കൂട്ടുകൂടുകയോ ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു.
പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാമത്തെ 25-ാമത്തെ വാക്യത്തിൽ മോശയെക്കുറിച്ചുള്ള വളരെ മനോഹരമായൊരു വചനമുണ്ട്. വചനപ്രകാരമാണ്, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാൻ മോശ ആഗ്രഹിച്ചു. പാപത്തിൻ്റെ നൈമിഷിക സുഖത്തിൽ പങ്കുചേരുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാൻ മോശ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ സുഖം നൈമിഷികമാണ്, ജഡത്തിൻ്റെ താല്പര്യങ്ങൾ നൈമിഷികമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോകും. ഈ ഒരു തിരിച്ചറിവ് മോശയ്ക്കുള്ളത് കൊണ്ട് മോശ പാപത്തിൻ്റെ നിമിഷ സുഖങ്ങളിൽ മുഴുകാതെ അവൻ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് ജഡിക താല്പര്യത്തിൽ മുഴുകുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് തിരിച്ചറിയാനും, ജഡിക താല്പര്യത്തിൽ നീ മുഴുകിയാൽ നീ തീർച്ചയായിട്ടും മരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം നിന്റെ ഉള്ളിലേക്കൊരു ചാട്ടുളി പോലെ കടന്നു വന്ന് ഈ ജഡത്തിൻ്റെ താല്പര്യത്തെ ആത്മാവിൻ്റെ പ്രേരണ കൊണ്ട്, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് തോൽപ്പിച്ച് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും അഭിഷേകം നൽകും. മോശയിൽ പ്രവർത്തി ആ ശക്തിയാണ്. മോശ പ്രവാചകൻ അറിയാം, നൈമിഷിക സുഖങ്ങൾ എനിക്ക് വേണ്ട, കുറച്ചു കാലത്തെ സുഖം കിട്ടും, പക്ഷേ ആ സുഖത്തെ അതിജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രേരണകൾക്ക് വിധേയപ്പെടാനായിട്ട് മോശയ്ക്ക് സാധിച്ചപ്പോൾ അദ്ദേഹം വലിയൊരു പ്രവാചകനായി, ഒരു ധീരയോദ്ധാവായിട്ട് ഉയർത്തെഴുന്നേറ്റു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കാനായിട്ട് ദൈവമായ കർത്താവ് നമുക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഈ ആത്മാവിൻ്റെ പ്രേരണകൾ വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണം, ത്യാഗം സഹിക്കണം, കഷ്ടപ്പെടണം. എങ്കിലേ ആത്മശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുകയുള്ളൂ, ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ തോൽപ്പിക്കാനുള്ള വലിയ സ്വർഗത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ദൈവം നൽകി നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജഡത്തിൻ്റെ കാര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ ആത്മാവിൻ്റെ കാര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? പലപ്പോഴും ജഡികമായ പല പ്രേരണകൾ നമുക്കുണ്ടാകും, പക്ഷേ അത് നമ്മുടെ മനസ്സിലേക്ക് വന്ന് അത് മുഴുവനും മനസ്സിൽ കടന്നാൽ നമ്മൾ ആത്മീയമായി നശിക്കും. ഈശോ പറഞ്ഞു, മനുഷ്യ, നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്തു നേട്ടം? നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ഈ ആത്മാവ് അങ്ങോട്ട് നശിച്ചാൽ എന്താണ് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഈ ശരീരം നശിച്ചു പോകേണ്ട ശരീരമാണ്. ഇതിലുള്ള ആത്മാവ് അനശ്വരമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളോട് വിട പറയാൻ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ അടിയറ വെക്കാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയൊക്കെ കർത്താവിന് കൊടുക്കാം. ഇന്ന് വചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യാണ്, ജഡത്തിൻ്റെ താല്പര്യത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ചിന്തിച്ചു നോക്കിയേ, ഞാൻ ദൈവത്തിൻ്റെ ശത്രുവാണോ ദൈവത്തിൻ്റെ മിത്രമാണോ? ശത്രുവാണെങ്കിൽ നീ ദൈവത്തിൻ്റെ മിത്രമാകാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു നിന്റെ ജഡത്തിൻ്റെ പാപങ്ങളും ശാപങ്ങളൊക്കെ സ്വന്തം കുരിശിൽ ഏറ്റെടുത്ത് രക്തം ചിന്തി നിനക്ക് വേണ്ടി മരിച്ചത്. ആ യേശുവിനോട് പറ, യേശുവേ, എന്നെ ശുദ്ധീകരിക്കണം, എനിക്ക് വീണ്ടും ദൈവത്തിൻ്റെ മിത്രമായിട്ട് മാറണം. കഴിഞ്ഞ കാലത്ത് ഞാൻ ദൈവത്തിൻ്റെ ശത്രുവായി മദ്യപാനത്തിനും അശുദ്ധിക്കും വൃത്തികേടിനൊക്കെ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും കുടുംബത്തെയും ഞാൻ സമർപ്പിച്ചു. എനിക്കത് വേണ്ട. എനിക്കെൻ്റെ യേശുവിൻ്റെ സമാധാനവും യേശു നൽകുന്ന സന്തോഷവും വേണം. ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവ് കൊണ്ട് നിഹനിക്കാൻ ശക്തിയും അഭിഷേകവും കൃപയും നൽകണമേ. മോശ പാപത്തിൻ്റെ നൈമിഷിക സുഖത്തേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനായിട്ട് ആഗ്രഹിച്ചതുപോലെ ഈശോയെ, ഞങ്ങൾക്കും കഷ്ടപ്പെടാൻ, ത്യാഗം സഹിക്കാൻ, ഉപവസിക്കാൻ, നിന്നോട് ചേർന്നിരിക്കാൻ, മുട്ടുകുത്താൻ, കുദാശകൾ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കാൻ, വചനം സ്വീകരിക്കാനുള്ള വലിയ കൃപ അഭിഷേകവും നൽകണമേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മനസ്സിനെ കർത്താവിന് സമർപ്പിച്ച്, ജഡത്തിൻ്റെ താല്പര്യത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സാണ് നിന്റെ മനസ്സെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു സ്വർഗത്തിൻ്റെ ശക്തിയും നിന്റെ ശരീരത്തിലേക്ക് നിറഞ്ഞ് വലിയ വിടുതൽ നൽകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യുവതിവാക്കന്മാരൊക്കെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. അന്ധകാര ശക്തിയുള്ള ഉപദ്രവങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, പ്രേമബന്ധങ്ങൾ, അശുദ്ധമായിട്ടുള്ള ബന്ധനങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തകരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ, ഞങ്ങളുടെ പരിശുദ്ധമായ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെ മേലും നിന്റെ അത്ഭുതകരമായ ശക്തി നിറഞ്ഞ് പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ അഭിഷേകം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ജഡത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കാനുള്ള സ്വർഗീയ കൃപ എല്ലാ മക്കളിലേക്ക് ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരുമാനമെടുക്കാൻ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോശയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സാമുവേലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു.
പത്രോസിനോടും പൗലോസിനോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓ സ്വർഗീയ ദൂതന്മാരോട് രക്തസാക്ഷികളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കൃപ എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ മനസ്സിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെ പ്രവണതകളനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. ആഗ്രഹത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ജഡത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കാനുള്ള സ്വർഗത്തിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നൽകാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ ലോകത്തിലേക്ക് വന്നത് ജഡത്തിൻ്റെ പ്രവണതകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. നമ്മളാരും ജഡത്തിന് അടിമപ്പെട്ട് മരിച്ചു പോകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആത്മാവിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ജീവിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോ വന്നത് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പൗലോസ് പഠിപ്പിക്കുകയാണ്, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും, എന്നാൽ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിച്ചാൽ നീ ജീവിക്കും. ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ഒഴുകുന്ന ദിവ്യശക്തി നമ്മുടെ മനസ്സിലേക്ക് നിറയാൻ, നമ്മുടെ മനസ്സിൽ നിന്ന് ജഡത്തിൻ്റെ പ്രവണതകൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജഡത്തിൻ്റെ പ്രവണതകൾ അതിജീവിക്കുന്ന, അതിനെ നിഹനിക്കുന്ന, അതിനെ തോൽപ്പിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ കൃപ, ആത്മാവിൻ്റെ ഒഴുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നിറയട്ടെ. യേശുവിൻ്റെ ശക്തി നമ്മുടെ ശരീരങ്ങളിലേക്ക് നിറയട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മനസ്സിലേക്ക് നിറയട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മേഖലകളിലേക്ക് നിറഞ്ഞ് ശരീരത്തിൻ്റെ പ്രവണതകളെ, ജഡത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കാനുള്ള അത്യുന്നത ശക്തി നമ്മളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിൻ്റെ ശക്തി എല്ലാ മക്കളുടെയും മനസ്സുകളിലേക്ക് ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡത്തിൻ്റെ പ്രവണതകളെ അതിജീവിക്കാൻ, അതിനെ തോൽപ്പിക്കാനുള്ള സ്വർഗത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് പറയുന്നു, ജഡത്തിൻ്റെ പ്രവണതകൾ എല്ലാവർക്കും അറിയാം. അത് വ്യഭിചാരം, അത് അശുദ്ധി, അത് ദുർവൃത്തി, അത് മദ്യപാനം, മധുരോത്സവം, ഈ തുടങ്ങിയിട്ടുള്ള പാപങ്ങളാണ്. ഈ ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ മുഴുകിയിരിപ്പുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള പാപത്തിൽ നമ്മുടെ മനസ്സ് മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മനസ്സിലേക്ക് യേശുവിൻ്റെ ശക്തി നിറയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരു വലിയ വിടുതലിൻ്റെ അനുഭവം നൽകി പരിശുദ്ധാത്മ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ യുവതിയും ഓരോ യുവാവും കുട്ടികളും ഓരോ മുതിർന്നവരും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിച്ച് വലിയ വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സ്വർഗ യേശുവിൻ്റെ വലിയ അഭിഷേകം, മോശയിലേക്ക് നിറഞ്ഞ ശക്തി, സാവൂളിലേക്ക് നിറഞ്ഞ ശക്തി, പത്രോസിലേക്ക് നിറഞ്ഞ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ജഡത്തിൻ്റെ പ്രവണതകളെ തോൽപ്പിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യുന്നത ശക്തി നിങ്ങളുടെ മനസ്സിലേക്ക് നിറഞ്ഞ് മനസ്സിൽ കുടികൊള്ളുന്ന എല്ലാ ജഡത്തിൻ്റെ പ്രവണതകളെയും ഇപ്പോൾ തന്നെ തോൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കാം. യേശുവിൻ്റെ രക്തം നമ്മുടെ മനസ്സിലേക്ക് നിറയാനായിട്ട് ആഗ്രഹിക്കാം. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യുന്നത ശക്തി നമ്മുടെ മനസ്സിലേക്ക് നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ജീവനോടും ശക്തിയോടും ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും കൂടെ പ്രാർത്ഥിക്കുക. അനേകരുടെ മനസ്സിൽ നിന്ന് ജഡിക പ്രവണതകൾ വിട്ടുപോയി ആത്മീയ പ്രവണതകൾ നിറയുന്ന സമയമാണ്. അനേകരുടെ ഉള്ളിൽ നിന്ന് അന്ധകാര ശക്തികൾ പറിച്ചു മാറ്റപ്പെട്ട് സ്വർഗത്തിൻ്റെ അഭിഷേകം നിറയപ്പെടുന്ന സമയമാണല്ലോ. നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. യേശുവേ, 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 യേശുവേ എന്നുള്ള ജീവന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്പർശിക്കണമേ, യേശുവേ വിട്ടുവിക്കണമേ, കെട്ടുകൾ അടിക്കണമേ, ആത്മാവിൻ്റെ വലിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഈ സമയത്ത് ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിലെ വ്യക്തികൾ ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ആശീർവാദം നൽകാൻ പോവാണ്. ദിവികാരുണ്യ ഈശോ നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കുമ്പോൾ
നമ്മുടെ കുടുംബത്തിൽ മദ്യപാനത്തിനും മറ്റ് അശുദ്ധിക്കും മധുരോത്സവത്തിനും വ്യഭിചാരത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്യുന്നതനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ആ വ്യക്തികളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കെട്ടുകൾ അഴിക്കും. ഇരുകരങ്ങളും ഉയർത്തി ജീവിക്കുന്ന യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 അങ്ങയുടെ അത്ഭുതകരമായ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ ബന്ധനങ്ങളും തകർന്ന് കെട്ടുകൾ അഴിഞ്ഞ് മനസ്സിൽ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. Hallelujah, Maranatha. Come, Lord Jesus. എൻ്റെ പേര് ജോസ്. ഞാൻ പാലാ രൂപതയിൽ അടിമാലി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ സെഹിയോനിൽ 2008 ജനുവരി മാസം 3-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ സെഹിയോന്റെ പരിപാവനമായ മണ്ണിൽ ആദ്യമായിട്ട് ജനുവരിയിൽ ആദ്യ വെള്ളിയാഴ്ച ആദ്യം സെഹിയോനി വരുന്നത്. അത് വരുന്നതിന് എൻ്റെ ഭാര്യയുടെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വരുന്നത്. ഇവിടെ പോയി ധ്യാനം കൂടണമെന്ന് പറഞ്ഞ് അവരുടെ ഇടവക പള്ളിയിൽ നിന്ന് വന്നപ്പം ആണ് ഇവിടെ വരുന്നത്. എനിക്കൊരു മനസ്സുമില്ലായിരുന്നു വരാന്. എന്ന് പറയാൻ ഞാൻ എപ്പോഴും നല്ല കണ്ടീഷനിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കണ്ടീഷൻ എന്ന് പറയാൻ മദ്യപാനി, സ്ഥിരം ഒരു മദ്യപാനി ആയിരുന്നു. രാവിലെ മുതൽ 10 മദ്യപാനി, നല്ല ഭാഷ പറഞ്ഞാൽ പൂക്കുറ്റി മദ്യപാനി. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു വെളിവുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഈ കോമഡി വന്ന് കയറുമ്പോൾ തന്നെ യാതൊരു വെളിവില്ലാത്ത രീതിയിലാണ് വന്നത്. രാവിലെ ധ്യാനിക്കാൻ വന്നത്, കാണാൻ വേണ്ടി വന്നതായിരുന്നു. ധ്യാനിക്കാനല്ല, കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഇന്നും ചിലർ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ കാണാൻ വേണ്ടി വന്ന് ബാത്റൂമിൽ പല്ല് തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വായു ഭയങ്കരമാണ്. അന്നപ്പോഴും തലയൊന്നും നേരെ നിൽക്കുന്നില്ലായിരുന്നു. എങ്ങനെ എന്തെല്ലാം ഇവിടെ നടക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴും എന്തോ എനിക്ക് പെട്ടെന്നൊരു ഉൾപ്രേരണ തോന്നിയ പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ആരാധനയുടെ സമയത്ത് പൊട്ടിക്കരഞ്ഞായിരുന്നു. കരഞ്ഞെങ്ങനെ ആയിരുന്നപ്പോഴത്തേക്കും സ്റ്റേജിൽ ഇങ്ങനെ അച്ഛനാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടു. മദ്യപാനശീലം ഒരു മകനിൽ നിന്നും കർത്താവ് മദ്യപാനാസക്തി എടുത്തു മാറ്റുന്നെന്ന് പറയുന്നത് എനിക്ക് തോന്നി. ഞാനോർത്ത് ഞാനൊന്നും ആയിരിക്കുകയല്ല എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക്. എത്രയോ മദ്യപാനികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനും ആ കൂട്ടത്തിൽ ഒരാളാണല്ലോ. എനിക്ക് മദ്യപാനാസക്തി എടുത്ത് മാറ്റിയെന്ന് പറയാൻ എനിക്ക് 25 വർഷത്തിന് മുകളിലായി മദ്യപാനാസക്തിയാണ് ഇവിടെ. 25 വർഷത്തിന് മുകളിലാണ്. അത് ആദ്യമായിട്ടാണ് ഈ സെഹിയോനി വരുന്നത്. ഇന്നത്തെ ഒരു ആദ്യ വെള്ളിയാഴ്ചത്തെ ഫംഗ്ഷന് മാത്രം വന്നതാണ്. അന്ന് തിരിച്ച് വീട്ടിൽ ചെന്നത് പിന്നെ ഇന്ന് വരെ എനിക്കത് മദ്യം കഴിക്കാൻ തോന്നിയിട്ടുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിൽക്കുന്ന ചേട്ടൻ ആരാന്ന് പറഞ്ഞത്? അടിവാരത്തുനിന്ന് വന്ന ചേട്ടനാണ്. 25 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് മദ്യത്തിന്റെ പിടിയിൽ അമർന്ന വ്യക്തിയാണ്. ഇതിനിടയ്ക്ക് ഇത് മാറ്റാനൊക്കെ നോക്കിയായിരുന്നോ? ചികിത്സയോ? ഇല്ലില്ല. മാറ്റാൻ 25 വർഷം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആളാണ് ഈ ചേട്ടൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ചികിത്സയ്ക്ക് പോലും പോകാൻ കൂട്ടാക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കുടിക്കണം. ഇവിടെ വന്നപ്പോഴോ മാറ്റാൻ വേണ്ടിയാണോ വന്നത്? അല്ല, നിർബന്ധത്തിന് വഴങ്ങി ആളുകൾ പോകുന്ന കൂട്ടത്തിൽ പെറുക്കി ബസ്സിലേക്കിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇവിടെ വന്നിട്ട് തല പൊങ്ങണില്ല. പൂക്കുറ്റിയായിട്ട് വന്നിരിക്കുകയാണ്. തല പൊങ്ങണില്ല. ഏതാണ്ട് ഒരു 2:30-3 മണിയായപ്പോൾ ആരാധനയുടെ സമയത്ത് തല ഇച്ചിരി പൊങ്ങി നോക്കി എന്താണ് അവിടെ. അപ്പോൾ ആരാധന നടക്കുകയാണ്. അപ്പോൾ ഒരാൾ വിളിച്ചു പറയണു, കഠിനമായ മദ്യപാനശീലമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഈശോ മദ്യപാനം എടുത്തു മാറ്റണം. ഉടനെ ഒന്നും കൂടെ നോക്കി, ഞാനായിരിക്കോ? അല്ലായിരിക്കും, വേറെ ആരെങ്കിലും പോകട്ടെ. അപ്പോഴും വിട്ടുപോകട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തായാലും അന്നൊരു അത്ഭുതം ഉണ്ടായി. ഈശോയിലേക്ക് നോക്കുമ്പം ഈ 2 കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല അന്ന്. അറിയാതെ എന്തിനാ കരഞ്ഞെന്ന് അറിയാതെ കരഞ്ഞതാ. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളിൽ ഒഴുകി പോയി. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇന്ന് വരെ മദ്യം കഴിക്കാൻ തോന്നുന്നുമില്ല. ഷാപ്പ് ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഷാപ്പിന്റെ വാതൊക്കെ വരെ ചെല്ലുക കണ്ണു കുടിക്കാൻ വേണ്ടി. ഇവിടുന്ന് പോയതിന്റെ പിറ്റേ ദിവസം തന്നെ അത് തൊണ്ട മുഴുവൻ പൊള്ളുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. 15 ദിവസത്തേക്ക് ഷാപ്പിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ തൊണ്ട പൊള്ളുന്ന ഒരു അവസ്ഥ. അത് കഴിഞ്ഞ് പിന്നത്തെ മാസം വീണ്ടും ഫെബ്രുവരി മാസത്തിൽ കർത്താവ് എന്നൊന്ന് മദ്യപാനാസക്തി എടുത്ത് മാറ്റുന്നുണ്ട്. എൻ്റെ പുകവലി ശീലം കൂടെ എനിക്കൊന്ന് മാറ്റിത്തരണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മനസ്സറിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആദ്യം അറിയാതെ കരഞ്ഞതാ, ഇപ്പം ഞാൻ മനസ്സറിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു.
ദൈവം എന്നെ ഈ ഒരു ശീലം കൂടെ എടുത്ത് മാറ്റി തരണമെന്ന്. നല്ലവനായ കർത്താവ് എന്നെ ആ ഒരു 35 വർഷമായ പുകവലി ശീലം എന്നെ പരിപൂർണമായിട്ട് എടുത്ത് മാറ്റി. എത്ര വർഷത്തെയാ? 35 വർഷം. 35 വർഷമായ പുകവലി ശീലം ഫെബ്രുവരി മാസം ആദ്യ വെള്ളിയാഴ്ച യേശുവേ എന്നെ ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ കരച്ചിലിന് അർത്ഥമുണ്ടോ? ദൈവസന്നിധി കരഞ്ഞ വിലയുണ്ടോ? ദൈവം ആ കണ്ണുനീര് ഒപ്പുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ പുകവലിച്ചിട്ടുണ്ടോ? പുകവലിച്ചിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല, കഴിക്കാൻ ആയുഷ്കാലം വരെ മരണം വരെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി കുടിച്ചാലാ ജീവിക്കുള്ള അവസ്ഥ വന്ന് എന്ത് ചെയ്യും? മരിക്കും. ഹല്ലേലൂയ. ഇതാണ് എൻ്റെ പവർ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. അതുപോലെ ഒറ്റ ദിവസത്തെ 1 മണിക്കൂർ മനസ്സുകൊണ്ട് കൂടിയതല്ല, വെറുതെ അങ്ങനെ കൂടിയതാണ്. അത്ഭുതം ഉണ്ടായി. ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ നിർത്താൻ ഞാൻ പലതവണ വിചാരിച്ചതാണ്. പക്ഷെ നിർത്താതിരിക്കാനുള്ള കാരണം ഇതാണ്, ദൈവം ഇവിടെ വലുതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം വലുതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Hallelujah.